ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. MotherHood ഫാമിലിയോട് സ്വാഗതം. ജോസ്മിയാട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രഗ്നൻസി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. അതായത് കുറേ പ്രഗ്നൻ്റ് ആയിട്ട് പെൺകുട്ടികളുടെ ഒരു സംശയമാണ് ഞാൻ തീർക്കാൻ പോകുന്നത്. എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോയ്സ്ചറൈസർ നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് സേഫ് ആണോ, മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് നല്ലത്, ഇതൊക്കെ പലരുടെയും സംശയങ്ങളാണ്. അപ്പോൾ മോയ്സ്ചറൈസർ സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുക, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പ്രൊഫൈലും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമാണ്. അപ്പം അത് നിങ്ങളത് ഫേസ്ബുക്കിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ കുറച്ചും കൂടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ എന്താണ് സംശയം, മോയ്സ്ചറൈസർ നമ്മൾക്ക് ഉപയോഗിക്കാമോ പ്രഗ്നൻസിയിൽ എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ പെട്ടതാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഹൈഡ്രേറ്റ് ആക്കി വെക്കണം എന്നുള്ളത് നിർബന്ധപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ ഡള്ളായിട്ട് പോകും. അതുപോലെ വല്ലാതെ ഡ്രൈ ആവും, പിമ്പിൾസ് വരും, ഡിസ്കളറേഷൻ സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സ്കിന്നിന് പ്രഗ്നൻസിയിൽ വരും. കാരണം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടല്ലോ. ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും. ഒരു പരിധി വരെ എന്നല്ല, സ്കിന്നിനെ നമ്മളൊരു എന്താ പറയുക കെയർ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി നിർത്തുക തന്നെ ഓൾമോസ്റ്റ് എല്ലാവിധ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരമാണ്. അപ്പം പലരുടെയും സംശയം മാറിയെന്ന് കരുതുന്നു. നമ്മൾ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. പക്ഷേ എങ്ങനത്തെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കേണ്ടത്? എല്ലാ മോയ്സ്ചറൈസറും പറ്റൂല. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പാരബൻ അടങ്ങിയിട്ടുള്ള നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമ്മൾ മാറ്റി നിർത്തുക. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ളതും ആയുർവേദിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അതിലിപ്പം കുറേ പേര് ബ്രാൻഡ് ചോദിക്കാറുണ്ട്. എനിക്കങ്ങനെ എല്ലാ ബ്രാൻഡുകളൊന്നും അറിയത്തില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന സേഫ് ആയിട്ടുള്ള നമ്മുടെ ബയോട്ടിക് നല്ലതാണ്, മാമഅർത്ത് നാച്ചുറലാണ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിഡേം, പ്ലം, ഇതൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. അപ്പം ഇത് നമ്മുടെ സ്കിന്നിന് ഇപ്പം ഏതൊരവസ്ഥയാണ്, ഡ്രൈ ആണെങ്കിൽ ഡ്രൈക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രൈനെസ് മാറ്റാനുള്ള മോയ്സ്ചറൈസർ വാങ്ങുക. ഓയിലി ആണെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റുന്ന കൂട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വാങ്ങുക. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ നിലവിലുള്ള കണ്ടീഷൻ എന്താണോ അതനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബ്രാൻഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് കെമിക്കലും പാരബനും ഇല്ലാത്ത ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സേഫ് ആയിട്ടുള്ള കാറ്റഗറി മോയ്സ്ചറൈസേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ക്രീമുകളില്ലേ, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ബേബി ക്രീം എന്ന് പറയുമ്പോൾ വളരെ മൈൽഡാണ്, അതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ ഞാൻ പോലും എൻ്റെ മോൻ്റെ ക്രീം എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് സേഫായിട്ട് അതിൽ കെമിക്കലും ഒന്നുമില്ല, നമ്മുടെ സ്കിന്നിന് സേഫാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ പ്രഗ്നൻസി എന്ന് പറയുന്ന സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ആയിരിക്കില്ല കിട്ടില്ല. ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ എന്ന് പറയില്ല. നമ്മൾ ഇപ്പം വേണം നല്ല ഫെയർനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈനെസ് മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ റാഷസ് വരാനും പിമ്പിൾസ് കൂടാനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അത് കാരണമാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കെമിക്കലും പാരബനും അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏതൊക്കെ സമയത്താണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുറേ പേരുടെ സംശയമാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ. ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ എണീറ്റ് ഫേസൊക്കെ കഴുകി, നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് എല്ലാം കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് എപ്പോൾ പോയി എന്ന് തോന്നുന്നോ ആ സമയത്ത് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. രാവിലെ അപ്ലൈ ചെയ്താൽ പിന്നെ പിറ്റത്തെ ദിവസം അപ്ലൈ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. ആ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചിലപ്പോൾ ഫേസ് നമ്മൾ കഴുകി കളയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊക്കെ ചിലപ്പോൾ വേണേൽ അബ്സോർബ് ആകും. അപ്പം ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കുക, എന്ത് പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം മോയ്സ്ചറൈസർ ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വയറിലും അപ്ലൈ ചെയ്യാം. സ്ട്രെച്ച് മാർക്കിനും ഈച്ചിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണത്. ഓക്കെ, അതിനൊക്കെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഏതായാലും മോയ്സ്ചറൈസർ നിങ്ങൾ പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞു, സേഫ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.